ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വാർത്താ ദിനത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് സ്റ്റേ ലഭിച്ചിരിക്കുകയാണ്. ഷബ്ന, ഇതിപ്പോൾ ഈ ഫറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട ഫറൂഖ് കോളേജ് ആണല്ലോ ഇതിൽ ഈ ഭൂമി ഇവർക്ക് വിറ്റതായി പറയപ്പെടുന്നത്. അതിന് മുൻപ് വഖഫ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണല്ലോ ഈ സേട്ടിന്റെ കാലത്ത് വഖഫ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണല്ലോ ഈ വഖഫ് ട്രൈബ്യൂണൽ, ഈ വഖഫ് ബോർഡ് ഉൾപ്പെടെ ഉയർത്തുന്ന അവകാശവാദം. അപ്പോൾ ആ വാദമുഖങ്ങൾ യഥാർത്ഥത്തിൽ ഈ കമ്മീഷൻ പരിഗണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് കമ്മീഷന്റെ പരിഗണനാ പട്ടികയിൽ എന്തൊക്കെയാണുള്ളത്? ഈ ബില്ലിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ കമ്മീഷന് ഇത് വഖഫ് ഭൂമിയാണോ എന്ന് സംബന്ധിച്ച് ബില്ല് സൂചിപ്പിച്ചതുപോലെ മുൻപ് സേട്ടിൻ്റെ കാലത്ത് ഈ ഭൂമി ഈ ഫറൂഖ് കോളേജിന് ഇഷ്ടദാനമായി അല്ലെങ്കിൽ വഖഫായി നൽകി എന്നതാണ് രേഖകളിൽ പറയുന്നത് എന്നാണ് ഈ വഖഫ് സംരക്ഷണ വേദി അടക്കമുള്ളവരുടെ വാദം. അതിനുശേഷം ഫറൂഖ് കോളേജ് ഇത് കൈമാറ്റം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർ അവർ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതിഷേധം ഇത്രയും കനക്കുന്നതും. കാരണം സ്വന്തം നിലയിൽ പൂർവികർ പണം കൊടുത്തു വാങ്ങി കുടുംബ സ്വത്തായി ലഭിച്ച ഭൂമിയിലാണ് അവർ താമസിക്കുന്നത്. അത്തരത്തിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിവരശേഖരണം, അതോടൊപ്പം തന്നെ അവർ ഏത് രീതിയിൽ ഈ ഭൂമി കൈമാറ്റം ചെയ്തു പോയി അല്ലെങ്കിൽ അവർ എങ്ങനെ വാങ്ങി എന്നത് സംബന്ധിച്ചുള്ള പഠനം, ഇതൊക്കെയായിരിക്കും ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കുക. അതിനപ്പുറത്തേക്ക് ഇത് വഖഫ് ഭൂമിയാണോ എന്നത് സംബന്ധിച്ച തർക്കം അത് ഹൈക്കോടതി ഒരിക്കൽ പരിഗണിച്ചതാണ്. ഹൈക്കോടതി മുൻപ് പരിഗണിച്ചത് വഖഫ് ഭൂമിയാണ് എന്ന് നേരത്തെ ഒരു ഉത്തരവിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇത് തർക്കം വരുന്നു. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയിലാണ്. വഖഫ് ബോർഡ് ആകട്ടെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ഏകദേശം നമുക്കറിയാം ഈ സംഭവം ഇത്തരത്തിൽ ഈ മുനമ്പം വിഷയം പടരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വിവാദത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ വഖഫ് ബോർഡ് ഇതിൽ നടപടി സ്വീകരിച്ചിരുന്നു. 12 വൻകിടക്കാർക്ക് അവിടെ നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് അവിടെ ഈ സാധാരണ ജനങ്ങൾ, ഇപ്പോൾ ഈ സമരം നടത്തുന്ന സാധാരണ ജനങ്ങൾക്കപ്പുറം റിസോർട്ട് ഉടമകൾ അടക്കമുള്ളവർ ഈ ഭൂമി കൈവശം വെച്ചിട്ടുണ്ട് എന്നാണ് വഖഫ് ബോർഡിൻ്റെ വാദം. ഇവർക്ക് 12 പേർക്ക് നേരത്തെ നോട്ടീസ് വഖഫ് ബോർഡ് നൽകുകയും ചെയ്തതാണ്. വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങളിലേക്ക് ഈ സംഭവം എത്തുന്നത്. കാരണം ഈ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ ഈ പാവപ്പെട്ട 600ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു. ഇവർക്കും ഇത്തരത്തിൽ നോട്ടീസ് നൽകുകയും ഇവർ കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന രീതിയിലുള്ള ഭീതിയാണ് മുനമ്പ നിവാസികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ച് വഖഫ് ബോർഡ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചപ്പോൾ, അതായത് വഖഫ് ഭൂമിയാണ് മുൻപത്തേത് എന്ന് പറയുകയും വഖഫ് ബോർഡിന് നടപടികൾ സ്വീകരിക്കാൻ അധികാരമുണ്ടായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്. ഇത് മുനമ്പത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വരുന്നു. സർക്കാരിനെതിരെ വലിയ പ്രചരണങ്ങൾ നടക്കുന്നു. മുനമ്പ നിവാസികൾ ഒന്നടങ്കം തങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിക്കുന്നു. തുടർന്നാണ് സർക്കാർ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തിലേക്ക് പോകുന്നത്. കാരണം അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്താണ് കമ്മീഷൻ നിയമിക്കുന്നത്. ആ കമ്മീഷൻ നിയമിക്കുമ്പോഴും ഇത് വഖഫ് ഭൂമിയാണോ എന്ന തർക്കത്തിൽ പരിഹാരമുണ്ടാക്കാൻ ഈ വഖഫ് കമ്മീഷന് അധികാരമില്ല. അത് കോടതികളോ അല്ലെങ്കിൽ ട്രിബ്യൂണലോ മാത്രം ചെയ്യേണ്ടതാണ്. കമ്മീഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരിക്കും. ഏതായാലും ജൂണിൽ ഇതിന് കോടതി ഇനി വിശദമായ വാദം കേട്ട് കോടതി തന്നെ ഇതിൽ എന്ത് തീരുമാനം കമ്മീഷന്റെ റിപ്പോർട്ടിൽ തീരുമാനിക്കാം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തും. അതിനുശേഷം മാത്രമായിരിക്കും സർക്കാരിനൊരു നടപടി സ്വീകരിക്കാൻ ഏതായാലും ആകുക. അതുവരെ കമ്മീഷന് പ്രവർത്തിക്കാം, കമ്മീഷന്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം, പഠനം നടത്താം, ഇത് സംബന്ധിച്ചുള്ള ആളുകളുമായി ഹിയറിംഗ് നടത്താം, മുനമ്പത്തെ രേഖകൾ പരിശോധിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കമ്മീഷൻ ചെയ്യാൻ കഴിയും.